രണ്ടാളും കിടന്നുറങ്ങിക്കൂ. രാവിലെ തന്നെ പോകാനുള്ളതാ. മല്ലിയമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? ദേശമംഗലത്തമ്മയുടെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. എന്നെ ദേശമംഗലത്തമ്മ കാത്തോളും. നമുക്ക് പോണ്ട. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല മോളെ. എത്ര വലിയ ജ്യോതിഷിയാ പറഞ്ഞത്. നമ്മൾ പോയേ പറ്റൂ. ദേശമംഗലത്തമ്മയുടെ ശക്തി മല്ലിയമ്മയ്ക്ക് അറിയാഞ്ഞിട്ട. നമ്മൾ ഇവിടെ ഇരുന്നാലും ദൂരെ പോയാലും ദേശമംഗലത്തമ്മ നമ്മളെ കാക്കും. മോളെ, മോള് വിശ്വസിക്കുന്ന ദൈവം മോളെ കാക്കും. പക്ഷേ ഇപ്പൊ തന്നെ എല്ലാരും മല്ലിയമ്മയ്ക്കെതിരാ. ഇനിയിപ്പോ ജ്യോതിഷി പറഞ്ഞതുപോലെ അമ്പലങ്ങളിൽ പോയില്ലെങ്കിൽ അതിനും ആളുകൾ കുറ്റം പറയും. എല്ലാരും മല്ലിയമ്മയുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവരല്ലേ. എന്തായാലും പോണം. പോയേ പറ്റൂ. നമുക്ക് പോകാൻ വേദക്കുട്ടി. എല്ലാ അമ്പലങ്ങളിലും പോവാം. എന്നിട്ട് വേദക്കുട്ടിക്ക് സുഖമായി കഴിയുമ്പോ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നടന്നു കാണാം. നമ്മളെ കൊണ്ടുപോവും അമ്മ, അല്ലേ അമ്മേ? പിന്നെ വേദക്കുട്ടിക്ക് സുഖമായി കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്തോരം സ്ഥലങ്ങളിൽ പോവും, എന്തൊക്കെ കാഴ്ചകൾ കാണും. മല്ലിയമ്മ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല മോളെ. ഞാൻ മരിച്ചു പോകുന്ന പേടിച്ചിട്ടാ? അങ്ങനെയൊന്നും പറയരുത് മോളെ. ഞാൻ മരിച്ചു പോയൊന്നുമില്ല മല്ലിയമ്മ. എനിക്ക് കുഞ്ഞുപെണ്ണിന്റെ കൂടെ കുറെ നാൾ കളിക്കണ്ടേ. എപ്പോഴും മല്ലിയമ്മയെ കാണണ്ടേ. അച്ഛൻ തിരിച്ചു വരുമ്പോ അച്ഛന്റെ നാട്ടിൽ പോണ്ടേ. യോഗിനിയമ്മയെ കാണണ്ടേ. ഗുരുകുലത്തിൽ പോയി നൃത്തം പഠിക്കണ്ടേ. വേദങ്ങൾ പഠിക്കണ്ടേ. എനിക്കൊന്നും പറ്റും. എന്റെ മഹാദേവ, എന്ത് പറ്റി? എന്റെ ദൈവമേ, എല്ലാം തീരുമാനിച്ചതല്ലേ. എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി വേണം. വേദക്കുട്ടി, ക്ഷീണം തോന്നുകയാണെങ്കിൽ എന്നോട് പറയണേ. എനിക്ക് ക്ഷീണമൊന്നുമില്ല മല്ലിയമ്മേ. നമ്മൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്. ദൂരം ഒരുപാടുണ്ട്. നടന്നെത്തുമ്പോഴേക്കും ഒരുപാട് സമയമാവും. ഇടയിൽ തളർച്ച തോന്നുമ്പോ ഇരുന്നിട്ട് പോയാ മതി. വേദക്കുട്ടി, അപ്പൊ ആണ്ട ഇങ്ങത്താ, ഞാൻ പിടിച്ചോളാം. വേണ്ട, കുഞ്ഞു പെണ്ണിന് ഭാരമാവും. ഞാൻ തന്നെ വെച്ചോളാം. നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഭാണ്ഡം കുറച്ചു നേരത്തേക്ക് കൈ തന്നത്. അല്പം കഴിഞ്ഞാൽ ഭാണ്ഡം മല്ലിയമ്മയെ തന്നെ ഏൽപ്പിക്കണം. കേട്ടല്ലോ? ഏതമ്പലത്തിലേക്കാ അമ്മേ നമ്മൾ ആദ്യം പോകുന്നത്? ആദ്യം കാവന്നൂർ ശിവക്ഷേത്രത്തിലേക്ക്. ഓരോ അമ്പലത്തിലെയും ചടങ്ങുകൾ തീർത്തിട്ട് അടുത്ത അമ്പലത്തിലേക്ക് പോണം. മല്ലിയമ്മേ, ഇപ്പോ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ എല്ലാവർക്കും കേറാൻ പറ്റുമോ? കേറാൻ പറ്റും. അവിടെ വിലക്കൊന്നും ഇല്ലെന്നാണ് കേട്ടത്. നന്നായി. അപ്പൊ എനിക്ക് വേദക്കുട്ടിയുടെ കൂടെ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാലോ. നടക്കും മക്കളെ. മോളെന്താ ആലോചിക്കുന്നത്? അച്ഛനെ കുറിച്ചാണോ? അച്ഛനെ കുറിച്ച് ആലോചിച്ചു. പക്ഷെ കൂടുതൽ ആലോചിച്ചത് യോഗിനിയമ്മയെ കുറിച്ചാ. എനിക്ക് വയ്യാണ്ടായിട്ടും യോഗിനിയമ്മ എന്താ വരാത്തത്? എല്ലാ കാര്യങ്ങളും യോഗിനിയമ്മ അറിയാറുള്ളതല്ലേ. ഇപ്പൊ എന്തു പറ്റി? അറിയില്ല മോളെ. ദൈവങ്ങൾ അകന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആപത്ത് വരുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമ്മൾ പോകുന്നത്. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അസുഖമെല്ലാം മാറി അച്ഛനെ കാത്തിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് വിഷമമാവും. മല്ലിയമ്മയ്ക്കും നല്ല വിഷമമാവും. എത്രയോ ആളുകൾ ഉണ്ടായിട്ടും മല്ലിയമ്മയെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് മോളെ. വേദക്കുട്ടിക്കൊന്നും പറ്റില്ലെന്നേ. നമുക്ക് എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിക്കാം. നടക്ക്. ദേവി, വേദക്കുട്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊടുക്കണേ.
അവളുടെ അസുഖങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ. ഒരു അസുഖവും ഇല്ലാതെ വേദക്കുട്ടി ദേശമംഗലത്ത് തിരിച്ചെത്തണമേ. മോളെ, വേദക്കുട്ടിക്ക് വേണ്ടിയാണോ മോളിപ്പോ പ്രാർത്ഥിച്ചത്? അതേ അമ്മേ. നന്നായി കുട്ടി. ഒരാൾക്കൊരു വിഷമം വരുമ്പോഴാണ് ശത്രുതയും വഴക്കും ഒക്കെ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. എന്റെ കുട്ടി ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. വേദക്കുട്ടി മരിക്കാൻ പാടില്ലമ്മേ. വേദക്കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. വേദക്കുട്ടി തിരിച്ചു വരുന്നത് വരെ മോള് പ്രാർത്ഥിക്കണം. ദൈവങ്ങൾ അത് കേൾക്കാതിരിക്കില്ല. എന്റെ കുട്ടിയെക്കുറിച്ച് അമ്മ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. തിരുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ വഴുതി മാറുന്നത് കണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്വയം മനസ്സ് ശുദ്ധമാക്കിയിരിക്കുന്നു എന്റെ കുട്ടി. അമ്മയ്ക്ക് സന്തോഷമായി. വേദക്കുട്ടിക്കും മല്ലിയമ്മയ്ക്കും ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അമ്മ അച്ഛൻ തമ്പുരാനോട് പറയണം. അതൊക്കെ അച്ഛൻ തമ്പുരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വർണ്ണമോളെ, വേദക്കുട്ടിയുടെ അസുഖത്തിന്റെ കാരണം നീയാണെന്ന് ഞാൻ എല്ലാരോടും പറയും. അമ്മയോട് നീ എന്താ പറഞ്ഞത്? വേദക്കുട്ടിയും മല്ലിയമ്മയും. മല്ലിയെ നീ അങ്ങനെയാണോ വിളിച്ചിരുന്നത്? അത് നോക്ക്, വേദക്കുട്ടിയും മല്ലിയും മകളും നമ്മുടെ ശത്രുക്കളാണ്. അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും വേണ്ട, മനസ്സിലായോ? കരഞ്ഞ് കരഞ്ഞ് അവസാനം അച്ഛൻ തമ്പുരാനോടും അമ്മയോടും പറഞ്ഞാലുണ്ടല്ലോ, കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടി ആളുകളെ കൊല്ലുന്നവളാണെന്ന് വല്യച്ഛൻ ആളുകളെ കൊണ്ട് പറയിക്കും. പിന്നെ ദേശമംഗലത്തുള്ള ആളുകൾ നിന്നെ കല്ലെറിഞ്ഞോടിക്കും. കരയണ്ട, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. വേദക്കുട്ടി ചത്തുപോയാൽ അത് അവിടെ അവസാനിച്ചു, മനസ്സിലായോ? അമ്മ കാണിക്കെ വേദക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നല്ല കാര്യം. ഇനി അത് ആവർത്തിക്കരുത്. അമ്മ അങ്ങനെ വിശ്വസിച്ചോട്ടെ. എന്റെ വാക്ക് താണ്ടിയാൽ അപകടം നിനക്കാ, കേട്ടല്ലോ? ദൈവം ഉണ്ട് മക്കളെ. എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അതാണ് പൂജാരിയുടെ നല്ല മനസ്സിന് കാരണം. വേദക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടാവും അമ്മേ. എനിക്ക് ഉറക്കം വരുന്നില്ല. കുഞ്ഞു പെണ്ണ് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ട്. കുറച്ചു ദൂരം കൂടി നടക്കും മക്കളെ. എവിടെയെങ്കിലും നമുക്ക് തലചായ്ക്കാൻ ഒരിടം കിട്ടും. നിൽക്കവിടെ. ഭാണ്ഡത്തിലുള്ള പൊന്നും പണവും എടുക്കാൻ. വേണ്ട, എന്റെ കുഞ്ഞിന് സുഖമില്ല. ക്ഷേത്രങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനു വേണ്ടി പോവുകയാണ്. ഞങ്ങളെ വിടണം. രാമഭദ്ര, ഇവരെ വെറുതെ വിട്ടാൽ ആപത്താണ്. ഇവർ ചെന്ന് മറ്റുള്ളവരെ അറിയിക്കും. മൂന്നെണ്ണത്തിനെയും തീർത്തേക്ക്. എന്റെ മക്കളൊന്നും ചെയ്യരുത്. എന്തിനാ ഞങ്ങളെ കൊല്ലുന്നത്? പറയൂ, ഞങ്ങളുടെ ജീവൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം? ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാറില്ല. എങ്കിലും നിങ്ങൾ എന്നെ കൊന്നോളൂ. മല്ലിയമ്മേ കുഞ്ഞെ വെറുതെ വിടൂ. വൈദ്യന്മാരും ജ്യോതിഷികളും മരണം പ്രവചിച്ചിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. എന്നെ രക്ഷിക്കാനായി ഇവർ എന്റെ കൂടെ വന്നത്. ഇതാ, നിങ്ങൾ എന്നെ കൊന്നോളൂ. വേണ്ട വല്യമ്മ, അവരെന്റെ ജീവൻ എടുത്തോട്ടെ. നിങ്ങൾ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ? എന്നെ പോലെ, കുഞ്ഞിപ്പെണ്ണെ പോലെ ഒരു മകൾ നിങ്ങൾക്കും കാണില്ലേ? അവൾക്ക് അസുഖം വന്നാൽ അവളെയും കൊണ്ട് നിങ്ങൾ വൈദ്യന്മാരുടെ അടുത്ത് പോവില്ലേ? ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കില്ലേ? അതോ ഒരു ജീവനും നിങ്ങൾ വില കൽപ്പിക്കില്ലേ?
നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്നെ കൊന്നുകൊള്ളും. നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ വാത്സല്യമില്ലെങ്കിൽ എന്റെ കഴുത്തറുത്തോളും. വേദക്കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്. ഞങ്ങളെ വെറുതെ വിട്ടാല് ഈ കുട്ടിയുടെ ജീവന നിങ്ങൾ തിരിച്ചു തരുന്നത്. അതിനുള്ള പുണ്യം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എങ്ങോട്ടാ നിങ്ങളുടെ യാത്ര? ദേവന്നൂർ ക്ഷേത്രത്തിലേക്ക്. ഒരു കാര്യം ചെയ്യേ, ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്. ഇന്ന് രാത്രി അവിടെ തങ്ങാൻ അഭയം ചോദിക്കൂ. എന്നിട്ട് പുലർച്ചെ പുറപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ ഈ വഴി താണ്ടാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്. വാടാ. മോളെ, ദുഷ്ടത കാണിക്കാൻ വന്നവർ പോലും മനസ്സ് മാറി. ഇതിലും നല്ലൊരു ലക്ഷണമില്ല. ഭഗവാനെ, മേധക്കുട്ടി എത്രയും പെട്ടെന്ന് അവര് പറഞ്ഞ സ്ഥലത്തെത്തണം. വാ. ഇതായിരിക്കും അവർ പറഞ്ഞ വീട്. വേദക്കുട്ടി, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഞങ്ങൾ വഴിയാത്രക്കാരാണ്. വീട്ടിലുള്ളവരൊന്ന് പുറത്തു വരുമോ? വാ മല്ലിയമ്മേ, നമുക്കൊന്ന് നോക്കാം. അമ്മേ, അമ്മ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങളൊക്കെ ആരാ? ചാകാനും സമ്മതിക്കില്ലേ? മുത്തശ്ശി. ആരുടെ മുത്തശ്ശി? എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. എനിക്കാരെയും കാണണ്ടെന്നല്ലേ പറഞ്ഞത്? കൊടന്നു പോകും നീന്ന്. മുത്തശ്ശി മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മേ, എന്ത് കാര്യമായാലും നമുക്ക് പരിഹരിക്കാലോ. ഞങ്ങൾ മുത്തശ്ശിയെ കാണാൻ വന്നതാണ്. ഞാൻ ദേശമംഗലം ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളാണ്. വഴി നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒന്നിങ്ങോട്ട് കയറിയതാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? വെള്ളമോ ഭക്ഷണമോ ആണെങ്കിൽ അടുക്കള കാണും, എടുത്ത് കഴിച്ചിട്ട് പോ. മുത്തശ്ശി എന്തിനാ മരിക്കാൻ നോക്കിയത്? അത് നിങ്ങൾ അറിയുന്ന എന്തിനാ? നിങ്ങൾ പോവാൻ നോക്ക്. എങ്കിൽ ഞങ്ങൾ ആരാണെന്ന് മുത്തശ്ശിയോട് ആദ്യം പറയാം. കൊല്ലാൻ വന്ന കള്ളന്മാരാണ് ഞങ്ങൾക്കിവിടെ പറഞ്ഞു തന്നത്. ദൈവം തന്ന ജന്മം സ്വയം അവസാനിപ്പിക്കുന്നത് തെറ്റല്ലേ മുത്തശ്ശി? പ്രതീക്ഷകളെല്ലാം തകർന്നു പോയാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു മകനുണ്ട്, ഞാൻ പ്രസവിക്കാത്ത എന്റെ മകൻ. ഒരിക്കൽ ഒരു ക്ഷേത്ര നടയിൽ നിന്നാ എനിക്ക് അവനെ കിട്ടിയത്. ആരോ ഉപേക്ഷിച്ചു പോയ കുട്ടി. അവൻ എന്നെ കണ്ടപ്പോ കൈകാലിട്ട് അടിച്ച് ചിരിച്ചു. ഞാൻ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു, കൂടെ കൊണ്ടുപോന്നു. ഏറ്റവും വലിയ സൗകര്യങ്ങൾ കൊടുത്തു വളർത്തി. അവൻ വലുതായി. എന്നിട്ടാ മോൻ? അവൻ ഇപ്പോഴും ഉണ്ട്. വലുതായപ്പോ അവന്റെ ശീലങ്ങൾ മാറി, കൂട്ടുകെട്ടുകളും മാറിപ്പോയി. പിന്നെ ഞാൻ അവനൊരു ശല്യമായി. എന്നും വഴക്കും ശാപവും കൊണ്ട് അവസാനം എന്റെ സ്വത്ത് മാത്രമായി അവന്റെ ആവശ്യം. വിട്ടുകൊടുത്ത അവനും കൂട്ടുകാരും ചേർന്ന് എല്ലാം നശിപ്പിക്കും. അവന്റെ നന്മയെ കരുതിയ ഞാനൊന്നും വിട്ടുകൊടുക്കാത്തത്. അല്ലാതെ എനിക്കിതൊക്കെ എന്തിനാ? ഇന്ന് രാവിലെ എന്റെ മോൻ എന്റെ അടുത്ത് വന്നു, സ്വത്ത് ചോദിച്ചു. കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ കഴുത്തിൽ പിടിച്ചെന്നെ കൊല്ലാൻ നോക്കി. അയ്യോ, ഞാൻ ലാളിച്ച കയ്യ, ഞാൻ ഓമനിച്ച കയ്യ. ആ കയ്യ എന്റെ കഴുത്ത് ഞെരിക്കാൻ എന്റെ നേരെ നീട്ടിയത്. അതിനപ്പുറം ഈ അമ്മ ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? പറ. മുത്തശ്ശി, എത്രയോ ക്രൂരന്മാരായ ആളുകൾ
ദൈവത്തിന്റെ ഇടപെടലിലൂടെ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അതുപോലെ മുത്തശ്ശിയുടെ മോനും തിരിച്ചറിവ് കൊടുക്കും. കുഞ്ഞെ, നിന്റെ വാക്കുകൾ എനിക്ക് നല്ല ആശ്വാസം തരുന്നുണ്ട്. ഒരു പക്ഷേ നിന്നെ പോലൊരു കുഞ്ഞിനെ സഹായിക്കാൻ കൂടി എനിക്ക് യോഗം ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യം ഇന്ന് രാത്രി ഇവിടെ തങ്ങുകയല്ലേ? വിരോധമില്ല. ഞാനും മോളും പുറത്തു കിടന്നോളാം. ഞങ്ങള് മരണത്തിന് മുന്നിൽ നിന്നവർക്ക് ഇനി എന്ത് ജാതി വ്യത്യാസം, ഇനി എന്ത് വലിപ്പ ചെറുപ്പം. നിങ്ങളെല്ലാവരും ഇന്ന് ഇതിനകത്ത് തങ്ങിക്കോളൂ. പുറപ്പെട്ട സമയം മുതൽ ദൈവത്തിനെ പല രൂപത്തിൽ കാണുന്നുണ്ട്. ഇപ്പോ അമ്മയുടെ രൂപത്തിലും. നിന്റെ ഈ തിളക്കമുള്ള കണ്ണുകൾ കണ്ടാലറിയാം, അത്ര പെട്ടെന്നൊന്നും ഭൂമിയിൽ നിന്നും ദൈവം നിന്നെ തിരിച്ചു വിളിക്കില്ല എന്ന്. എല്ലാ പരിഹാരങ്ങളും ചെയ്യാൻ പറ്റും. എന്റെ കുട്ടി ജീവിക്കും കേട്ടോ. മുത്തശ്ശിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ക്ഷേത്ര ദർശനങ്ങളിൽ ആദ്യത്തേതിന് തന്നെ മുടക്കം. നേരിട്ട് അവിടെ എത്താൻ തോന്നിയത് ഭാഗ്യം. ശരിക്കും അടിച്ചു ഓടിച്ചോ അവളെ? മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു ക്ഷേത്രത്തിന് പുറത്തിട്ടു. മതിയാവുന്നത്രയും നേരം മർദ്ദിച്ചു. ദേശമംഗലം ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളാണെന്നൊന്നും അവരവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി. അപ്പോൾ ഇനി അവര് തിരിച്ചു വരുമോ? എവിടെ? മരണത്തിന്റെ പിടിയിലുള്ള കുഞ്ഞിനെയും കൊണ്ട് അവൾ അലയും. അവസാനം ചാത്ത് തളർന്ന് വീഴുമ്പോ ആ ശവവും പേറി ദേശമംഗലത്തേക്ക് വരും. അപ്പോഴേക്കും അവളെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ ഇവിടുള്ളവർ തയ്യാറെടുക്കുകയും ചെയ്യും. അങ്ങയിൽ എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസം തോന്നുന്നു. ദേശമംഗലത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അങ്ങേ കൊണ്ട് പറ്റും. പട്ടമഹിഷിയാവാൻ എന്നെ കൊണ്ടു. കണ്ടു മറന്ന സ്വപ്നങ്ങളൊന്നും വെറുതെ ആവില്ല സുകന്യെ. ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകൾക്ക് ദേശമംഗലം എന്ന നാട് നിനക്ക് ഞാൻ സമ്മാനമായി തരും. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാൻ. പോരെ? മതി. അധികാരം കയ്യിലുള്ള സുകന്യെ ഈ കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾ പേടിക്കണം. വെറുമൊരടിമയായ മീനാക്ഷിയെ എന്റെ കൺമുന്നിൽ കിട്ടണം. എന്നാലേ എന്റെ പകയടങ്ങൂ. എങ്കിൽ സമാധാനമായി ഉറങ്ങും. നമ്മുടെ സ്വപ്നങ്ങൾ ദൂരെയല്ല. ഇനി ഒരു വറ്റ് കഴിക്കുമെന്ന് കരുതിയതല്ല. നിങ്ങളുടെ വരവ് അതൊക്കെ മാറ്റിവെച്ചു. മരണം നമ്മളല്ലല്ലോ മുത്തശ്ശിയെ നിശ്ചയിക്കുന്നത്, ദൈവമല്ലേ. ഞാനും മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ. എന്നിട്ടിപ്പോഴും ദൈവത്തിന്റെ കാരണത്തിൽ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ മുത്തശ്ശിയും വിശ്വസിക്കും. മുത്തശ്ശിയുടെ മകൻ തെറ്റുകൾ മനസ്സിലാക്കും. എന്റെ മോനാണ്. ഇവര് ക്ഷേത്ര ദർശനത്തിന് ഇറങ്ങിയവരാ. നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അമ്മ എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്തത് ക്രൂരതയാണ്. അച്ഛനമ്മമാർ ആരെന്നറിയാത്ത എന്നെ അമ്മ എടുത്ത് വളർത്തി. ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ കുട്ടിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, സമ്മാനങ്ങൾ എല്ലാം എനിക്ക് തന്നു. പക്ഷേ ഞാൻ വഴിതെറ്റിപ്പോയമ്മേ. അമ്മയ്ക്ക് നേരെ പോലും എന്റെ കൈകൾ ഉയർന്നു.
ആ തെറ്റിന് മാപ്പില്ല അമ്മേ, മാപ്പില്ല. അമ്മേ, ഈ ലോകത്ത് ഒരമ്മയ്ക്കും എന്റെ അമ്മയെ പോലെ ആവാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ ദ്രോഹിച്ചു. എനിക്ക് എന്ത് ശിക്ഷ അമ്മേ ദൈവം തരിക? മോനെ, ദേ നീ വരുന്നതിന് മുൻപ് ഈ കുഞ്ഞെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മനസ്സ് തിരുത്തി നീ തിരിച്ചു വരുമെന്ന്. എനിക്കൊട്ടും വിശ്വാസം വന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വാക്കായി പോയി. അതാ എന്റെ മോൻ തിരിച്ചു വന്നത്. ഞാനിനി അമ്മയെ വേദനിപ്പിക്കില്ല, ഒരിക്കലും ഞാൻ അമ്മയെ വേദനിപ്പിക്കില്ല. അമ്മയുടെ സൗഖ്യമാണ് എന്റെ ഈ സൗഖ്യം. അമ്മ എന്നോട് ചെയ്ത കടമകൾക്ക് പകരമായി അമ്മയോടുള്ള മകന്റെ കടമകൾ ഞാൻ നിർവഹിക്കും. അമ്മേ, ഞങ്ങൾ ഇവിടെ വരുമ്പോ അമ്മ മരിക്കാൻ തയ്യാറാവുകയായിരുന്നു. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ നിന്റെ ഈ അമ്മയുടെ ജീവൻ എന്തിനാടാ? അമ്മേ, നിങ്ങളെ ദൈവം കൊണ്ടുവന്നത് ഇവിടെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അമ്മ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. അമ്മ, ഞാൻ തിരുത്തിയെന്ന് എനിക്ക് എന്റെ അമ്മയെ അറിയിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും. എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ തങ്ങാല്ലേ അമ്മേ? തങ്ങിക്കൊള്ളൂ. നിങ്ങൾ എന്റെ അമ്മയുടെ രക്ഷകരല്ലേ? ദൈവമേ, ഈ ഒരു വാക്ക് എന്റെ മകനിൽ നിന്ന് കേൾക്കാനാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട.